ഹേ ഗായ്സ്, അപ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ റിലയൻസ് മാർട്ടിൽ പോയി. റിലയൻസ് മാർട്ടിൽ പോയിട്ട് അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നോക്കി. ജസ്റ്റ് വേറൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോയൊരു എക്സൈറ്റ്മെൻറ്റിൽ ജസ്റ്റ് കയറിയിട്ടൊന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞത്ത് ഐസ്ക്രീം കുടിക്കുന്ന ഒരു ബാച്ച് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ അവർ ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഐസ്ക്രീം കുടിച്ച ശേഷം ഞങ്ങൾ അടുത്ത് ഫുഡ് സ്പോട്ട് തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് നമ്മൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് കണ്ടൊരു കടയായിരുന്നു ഇത്. അപ്പോൾ ഈ കടയിൽ പോയിട്ട് ചിക്കൻ ബിരിയാണി, പിന്നെ മസാല ദോശ, കൊത്തു പൊറോട്ട, ഇങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ പ്രത്യേകിച്ചൊന്നും ഓർഡർ ചെയ്തില്ല. ഇവർ ഓർഡർ ചെയ്തതിൽ കൊള്ളാമെന്നുള്ള ഏതാണെന്ന് നോക്കിയിട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അതിൽ ബിരിയാണി ഫ്ലോപ്പായിപ്പോയി. അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ കൊത്തു പൊറോട്ട വലിയ കുഴപ്പമില്ല, മസാല ദോശയും കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ നമ്മുടെ ഇവിടെ കഴിക്കുന്ന പോലത്തെയൊക്കെ ടേസ്റ്റാണ്. അതിനുശേഷം ഒരു കോഫിയും കൂടെ ഓർഡർ ചെയ്തു. പക്ഷേ കോഫിയൊക്കെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ അതിനുശേഷം നല്ലൊരു ആംബിയൻസ് ഒക്കെ തോന്നിയ ഒരു കടയിൽ കയറി. അതായത് പഴയ ഹാൻഡ്ലൂംസ് അങ്ങനത്തെ കാര്യങ്ങളുള്ള ക്രാഫ്റ്റിൻ്റെയൊക്കെ ഒരു കടയാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു ആ കട കാണാൻ. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറിയിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റിലോട്ട് പോയി. അപ്പോൾ ഫുഡ് സ്ട്രീറ്റിലാണെങ്കിൽ അവർ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ, മീൻ, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് വേണമെന്ന് സെലക്ട് ചെയ്ത് തന്നെ അവർ നമുക്ക് ലൈവായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് തരും. അപ്പം അങ്ങനെ കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിനകത്ത് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം.